ഒരു എത്ര സമയം, ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. സമയം കണ്ടു കഴിഞ്ഞാൽ ഒരു 6:30 അത്രേ തോന്നുള്ളൂ. ഇന്ന് ഈ മഴ, ഇനി നാളെ മറ്റന്നാൾ ഇത്ര മഴയാണെന്ന് അറിഞ്ഞുകൂടാ. പനിനീർ റോസ ഉണ്ട്, അത് കളറും ഇച്ചിരി മങ്ങി അത് താഴ്ന്നു നിൽക്കുന്നുണ്ട്. അത് വാടിപ്പോയ ചെടിയാണ്, വീണ്ടും മുളച്ചു വന്നതാണ്. മുല്ല മൊട്ട് വന്ന് നിൽപ്പുണ്ട്. അവിടെ ഒരു കാശിത്തുമ്പയുണ്ട്. ഇതിനകത്ത് ഞാൻ സ്ട്രോബെറിയുടെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷെ നിൽക്കുന്നതൊക്കെ വേറെ ചെടിയാണ്. ഇനി സ്ട്രോബെറി വളരുമെന്ന് കണ്ടറിയാം. പച്ചക്കറിക്കായത്തട്ട് ഒരു മുത്തശ്ശി പൊട്ടത്തോ ചൊല്ലി കുന്നോളെ കുമ്പാലി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ട് ഒരു മുത്തശ്ശി പൊട്ടത്തോ ചൊല്ലി കുന്നോളെ കുമ്പാലി മാമുണ്ട് ചാഞ്ചാട്. അത് ഞാൻ അതിന് തേങ്ങാപ്പാല് വേണ്ടാതെ വെക്കുവോ? എങ്കിൽ ഞാൻ വൈകിട്ട് വരാം. വൈകിട്ട് അപ്പൊ നമുക്ക് വാങ്ങിക്കാം. അവൻ ഇന്നലെ പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചല്ലേ ചവായി വാങ്ങിക്കാന്ന്. അപ്പോ സമ്മതിച്ച്. ഇല്ല പറഞ്ഞില്ല, എന്നാലും ഞാൻ ഊഹിച്ചു. ഓ മഴയത്ത് എന്തരമ്മ, ഇനി 3 ദിവസം കഴിഞ്ഞ് മതി ശവായി. ഇന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ദാരിദ്ര്യം കാണിച്ചാൽ നമ്മൾ ദാരിദ്ര്യത്തിനെ അട്രാക്ട് ചെയ്യും. നമ്മൾ നല്ല ആഡംബരമല്ല, ദൂർത്ത് പാടില്ല, എന്നാലും നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരില്ലേ, അതുപോലെ ശവായി വാങ്ങില്ല. അപ്പം എന്ന് ശവായിക്കുള്ള വക ദൈവം തരും. ഗുഡ് ഐഡിയ എങ്കിൽ താങ്ക് യു. ഞാൻ പറയാത്തതാണ് അധികം. രണ്ടരയായല്ലേ? ഞാൻ ഓർഡർ കൊടുക്കട്ടെ അമ്മ? സാധനങ്ങള് വില കൂടിക്കൊണ്ടിരിക്കും. മലക്കറിക്കൊക്കെ ഓരോ ദിവസം കഴിയുന്നവർ വണ്ടി വരുന്ന അനുസരിച്ച് അവിടെ കൊണ്ടുവരുന്ന എല്ലാ സ്ഥലവും മഴവെള്ളത്തിൽ തമിഴ്നാട് ആന്ധ്രയൊക്കെ. കളിക്കൊക്കെ എനിക്ക് വട്ടാ, കിട്ടിയാ അടിച്ച് പൊളിക്കാല്ല. അത് ഇത് തന്നെ മതിയല്ലോ. ഇതിനപ്പുറം എന്ത് കറി? മരിച്ചിനെ മീനും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊക്കെ അലങ്കാരമാണ്, എടുക്കാൻ പോലും പറ്റൂല. വെറുതെ സൈഡിൽ വെച്ചേക്കാൻ തന്നെ പറ്റും. പൊരിച്ച മീന്, വാളക്കറി, എനിക്ക് വയ്യ. എൻ്റെ അമ്മേ കൊതി വരണല്ല. കുറച്ചും കൂടി ഇട്ട് വെക്കാതെ പാതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. വല്ല കാര്യമുണ്ടോ? ഇന്ന് തിന്നൂടായിരുന്നു. എൻ്റെ അമ്മ, ഗോഡ് ബ്ലെസ്.
കഴിക്കുന്നത് എപ്പോൾ ഒന്നിങ്ങനെ ഇതായാലും എനിക്ക് തുമ്പാൻ വരും, മണം കയറിയിട്ട് നോക്കിലും ടേസ്റ്റൊക്കെ ആണ്, നമ്മൾ പെട്ടെന്ന് വരും. നല്ല അടിപൊളി വാള ചാളയെല്ലാം മരിച്ചിന് ചോറ്. നല്ല മഴ, വാഴത്തിൻ്റെ ബാലൻസ് ഉണ്ട്. പച്ചക്കറിക്കായ തട്ടിൽ മുത്തശ്ശി പൊട്ടത്തെ ചൊല്ലി കുഞ്ഞോളെ കുമ്പാരി മാമന്റെ കഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ മുത്തശ്ശി പൊട്ടത്തെ ഇങ്ങനെ ചരിച്ചിടൂല, അങ്ങനെ ഇടണം. ഇത് അമ്മയോട് ഞാൻ അമ്മയുടെ തുമ്പണ് എനിക്ക് അമ്മ ഞാൻ ഏകദേശം ഇട്ട്. അയ്യോ എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാ സൈഡും മുരിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയെ എടുത്തിടുന്നതാണ്. കൈ തെറിച്ച് പാത്രം കഴുകി അച്ഛൻ്റെ അമ്മയ്ക്ക് ചോറെടുത്തോണ്ട് കൊടുത്തിട്ട് വരാം. കുറവുണ്ടോ വേദന വീണത്? കുറവുണ്ടായിരിക്കും. വേറെ പനിനീർ റോസ മഴ നനഞ്ഞ് കളറ് പോയില്ല. ഈ നല്ല കളറാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചെടി. കാശിട്ടുണ്ട്. ആഹാ, ബ്യൂട്ടിഫുൾ മുല്ലകൾ. അമ്മേ പേടിയാണ്. നല്ല നിങ്ങൾ വിചാരിക്കും ഈ ഫുൾ പാത്രവും കഴുകിയത് ഞാനാണെന്ന്. അല്ല, ഫുൾ പാത്രം കഴുകി ചെയ്യുന്ന ഞാനല്ല, കുറച്ച് ഞാനും ബാക്കി അമ്മയുമാണ്. ഇനിയിപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഉള്ളിക്കറി റെഡിയാകാറായിട്ടുണ്ട്. അത്യാവശ്യം മെനക്കെട്ട പണിയാണ് ഉള്ളിക്കറി. പക്ഷേ എല്ലാവർക്കും കൂടെ ഫേവറേറ്റ് കറിയാണ്. എൻ്റെ ഫേവറേറ്റ് കറികളിലൊന്നാണ്. ചെറുതായിട്ടൊന്ന് കരിയാൻ വേണ്ടി പോയി ഉണ്ടോ എടുത്തിട്ടിട്ട് പോയപ്പോഴത്തേക്കും, പക്ഷേ വലിയ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ചേട്ടൻ ഇപ്പോൾ പുറത്ത് പോയി, ബ്രദർ ഉണ്ടല്ലോ, അവൻ പോയി പുറത്ത് പോയി. രാവിലെ കാപ്പി ഇട്ട് വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ അതിൽ പൊറോട്ട വാങ്ങി കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് പൊറോട്ടയാണ്. നമ്മൾ ബൊറോട്ട എന്നാണ് പറയുക കേട്ടോ, വീട്ടിൽ ബൊറോട്ട. അപ്പോൾ എന്തായാലും പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും മുട്ടക്കറിയായിട്ടായിരിക്കും കഴിക്കുക. അമ്മ ചോറല്ലെങ്കിൽ ഇത് കഴിക്കും, പക്ഷെ മുട്ട കഴിക്കില്ല. ഞാൻ പിന്നെ ചോറ് എടുത്ത് വെച്ചത് കഴിച്ചില്ലായിരുന്നു, അപ്പോൾ എനിക്കത് കഴിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായതുകൊണ്ട് നാളെ ഞാൻ കഴിക്കുകയുള്ളൂ. അടിയിലൊരപ്പം രാവിലത്തെ കിടപ്പുണ്ട്, അപ്പോൾ ഞാൻ നാളെ കഴിക്കുകയുള്ളൂ മിക്കവാറും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയും മുട്ടക്കറിയും, പക്ഷേ സാധ്യത കുറവാണ്. ഒരെണ്ണം അങ്ങനെ കഴിച്ചാലേ ഉള്ളൂ, കാരണം ഇതിലേക്ക് ചോറ് കളയേണ്ടി വരും. അത് ഞാൻ കഴിച്ചില്ല. പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതും കഴുകി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തിന് ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല മഴ, തണുപ്പ് കൊണ്ട് ഇപ്പോൾ മഴ നിന്നിട്ടുണ്ട്. മഴക്കോളാണുള്ളത്. ഇത് ചേച്ചി എണ്ണ കാച്ചിയിട്ട് അതിൻ്റെ കൊത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണ്. ബ്ലാക്ക് കളറാണ്. ഫ്ലാഷ് അടിച്ചപ്പോൾ ഈ കളറായിന്നേ ഉള്ളൂ.
കണ്ണാടിക്ക് എത്ര രൂപ അമ്മ? കണ്ണാടിക്ക് എത്ര രൂപ? അല്ല അമ്മ വാങ്ങിയത് അല്ലെങ്കിൽ ഒരു ഷവായി വാങ്ങിച്ചു തന്നാൽ മതി. ഓ പറയാൻ പറ്റൂല. സഞ്ചി ഒരെണ്ണം 10 രൂപ ചുമ്മാ കിട്ടിയതാ സഞ്ചി. സാധനം വാങ്ങിക്കാൻ അവനിത് കൊടുത്തു വിടാം. ബിസ്ക്കറ്റിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ബിസ്ക്കറ്റ് എന്തോ ബിസ്ക്കറ്റാണ്. അല്ല എത്ര ബിസ്ക്കറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ മുട്ടായി വന്ന് കേട്ടാ. ജ്യൂസാണ് ഇല്ലായിരുന്ന. ഇത് നല്ല അടിപൊളി മുട്ടായിയാണ്, നല്ല ലാഭമാണ്. ഇത് അമ്മേരതോ എൻ്റെ ഇരിക്കുന്നു, ഇപ്പം തരാം. ഈ മുട്ടായി നല്ല ലാഭമാണ്, 20 രൂപയേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്. ഹെൽത്ത് വൈസ് എനിക്ക് അറിഞ്ഞൂടെ. ഇതിൻ്റെ അടിയിൽ ജെംസ് ഉണ്ട്. ഓ ബേബി, ഓ വാ മക്കള്, വാ വാവച്ചി വാ. അതെന്തിനു വെറുതെ സമയം മെനക്കെട്ട്? അതിപ്പോ സീരിയൽ അതുപോലെ അമ്മയ്ക്ക് ഫോണിൽ ഇട്ടുതരാം. മറ്റേതേ ഹോട്ട്സ്റ്റാറിൽ ഡൗൺലോഡ് ചെയ്ത എല്ലാ സീരിയലും കിട്ടും. ശരിടാ, അത് പോട്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ശരിയാക്കാം. ശരിയായില്ലെങ്കിൽ എല്ലാം ഇതിൽ കിട്ടും. ടി വി ശരിയാക്കി നോക്കില്ല. ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഫോണായാലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. കാശ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ചുമരി തൂക്കിയിടുന്ന ടി വി വാങ്ങിക്കാം. ചുമരി തൂക്കിയിടുന്ന ടി വി ഉണ്ടല്ലോ, മറ്റേ ഒറ്റൂൻ്റെ ഇരിക്കുമ്പോഴത്തെ. വാ നില്ല്, ഒരു മിനിറ്റ് വാ. നില്ല് നില്ല്, പതിയെ വാ, പതിയെ. ചേടാ ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. നോക്കട്ടെ, ഓടത്. ആ പോയിട്ട് വാ, പോയിട്ട് വാ. പതിയെ പതിയെ വന്നതില്ലേ, കണ്ണാടി താഴെ വീഴ്. ഇങ്ങ് വാങ്ങിക്കും. നോക്ക് ഇവിടെ മനസ്സിലായി. പതിയെ നോക്ക് പറഞ്ഞോടെ എന്തറിഞ്ഞു ഇവിടെ ഒന്ന് കേള്. വാ 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 വാ. പതിയെ പതിയെ വീഴും വീഴും. എന്താ വീഴുന്ന കണ്ടാ?